നമസ്കാരം. ഡോക്ടർ ക്യൂയിലേക്ക് സ്വാഗതം. 30 വയസ്സ് കഴിഞ്ഞാൽ പലർക്കും തോൾസന്ധി ഒരു പ്രതിസന്ധി തന്നെയാണ്. പലതരം വേദനകളും ബുദ്ധിമുട്ടുകളും തോൾസന്ധിയിൽ വന്നുകൂടും. ചിലർക്കത് മാറാത്ത തോൾവേദനയായി തീരും. തോൾവേദനയുടെ കാരണങ്ങളെയും കീഹോൾ സർജറിയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ഡോക്ടർ രാഹുൽ രഞ്ജനാണ് മറുപടി നൽകുന്നത്. പ്രേക്ഷകർക്കും വിളിക്കാം. സ്വാഗതം ഡോക്ടർ ക്യൂയിലേക്ക്. Thank you. ഡോക്ടർ, ഏറ്റവും കൂടുതൽ ചലനം വേണ്ടി വരുന്നത് തോൾസന്ധിയാണല്ലോ. ഈ തോൾവേദനയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തോൾവേദന ഉള്ള ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അവർ ഈ 30 ബിക്കോസ് ഈ വേദന ഉള്ള ആൾക്കാർക്ക് ഏജ് പ്രൊഫൈലാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. മീൻസ് ലൈക്ക് ഒരു 30-35 ഇയേഴ്സ് ഉള്ള ആൾക്കാർക്ക് വേദന ഉണ്ടെങ്കിൽ അതിനുള്ള റീസൺസ് വേറെ ആയിരിക്കും. ആ സമയത്ത് തന്നെ ഒരു 50-55 ഇയേഴ്സ് ഉള്ള ആൾക്കാർക്ക് വേദന വരുമ്പോൾ അതിന് റീസൺസ് ടോട്ടലി വേറെ ആണ്. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് പോയിന്റ്, അപ്പോൾ ഒരു 30-35 ഇയേഴ്സ് ഉള്ള യങ് ഏജ് ഉള്ള ആൾക്കാർക്ക് ഷോൾഡർ പെയിൻ ഉണ്ടെങ്കിൽ the first thing is the most common reason for this problem is an repeated insult to the shoulder. അപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ ആൾക്കാർ ജിമ്മിനകത്ത് അൺസൂപ്പർവൈസ്ഡ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഈ വേദന ഉണ്ടാവാം. സം ട്രോമാറ്റിക് ഇവന്റ് ലൈക്ക് സം ആക്സിഡന്റ് ഓർ വേറെ എവിടെയെങ്കിലും തട്ടിമുട്ടി വീണിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ ഷോൾഡർ ഇറങ്ങി വരാറുണ്ട്. സോ അതിനുശേഷം അവർക്ക് റിപ്പീറ്റഡ് വാട്ട് വി കോൾ ഇൻ മെഡിക്കൽ ടേം ഇസ് റെക്കറന്റ് ഡിസ്ലൊക്കേഷൻ ഓഫ് ഷോൾഡർ, അങ്ങനെ അതൊക്കെ സംഭവിക്കാം. പിന്നെ സം പീപ്പിൾ ആർ ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ്, മീൻസ് അത് പറഞ്ഞാൽ ഷോൾഡർ ഭയങ്കര ലാക്സ് ആയിരിക്കും. അപ്പോൾ ഷോൾഡർ ജോയിന്റിന്റെ ലാക്സിറ്റി ഒരുപാട് കൂടുതലാണെങ്കിൽ സോ അവർക്കും ഈ വേദന വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. സോ ഷോൾഡറിന്റെ സറൗണ്ടിങ് മസിൽസ്, പ്രത്യേകിച്ച് 4 മസിൽസ് ഉണ്ട് വിച്ച് ഷുഡ് ബി ഓൾവേസ് ഗിവിംഗ് ലോട്ട് ഓഫ് കെയർ. ദാറ്റ് ഈസ് ദ സുപ്രാസ്പിനേറ്റസ്, ഇൻഫ്രാസ്പിനേറ്റസ്, ടെറിസ് മൈനർ ആൻഡ് ദ ഡെൽറ്റോയിഡ് ആൻഡ് സബ്സ്കാപ്പുലറിസ്. അപ്പോൾ ഈ 4-5 മസിൽസ് ഷോൾഡറിന്റെ ചുറ്റുമാണ് ഇരിക്കുന്നത്. സോ all shoulder pain patients, most of the 80-85% patients, they do very well with physiotherapy. Physiotherapy ഇതിനകത്ത് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. So I always advise my patients that physiotherapy is your 60-65% treatment and 30-35% is your medicine. So physiotherapy is a very big important part of their recovery plan. Next comes, what if the patient is not responding to physiotherapy? So then comes the second line of management. So there comes the role of keyhole surgery. Here we make very small pilot holes and look into the joint. അപ്പോൾ ഈ ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് വെച്ച്, ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നമ്മൾ നേരിട്ട് ജോയിന്റിന്റെ ഉള്ളിലെ സ്കോപ്പ് വെച്ച് നോക്കും. എന്നിട്ട് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ലിഗമെന്റ് ഡാമേജ്, അത്യാവശ്യം എസെൻഷ്യലി ഇറ്റ് ഷുഡ് നോട്ട് ബി ഒരു ബോണി ഇഞ്ചുറി അല്ല. അപ്പോൾ ഷോൾഡറിന്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. തോൾവേദനയെക്കുറിച്ചാണ് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ, ആയാസകരമായ ജോലി ചെയ്യുന്നവരിൽ തോൾവേദന കൂടുതലായി കാണുന്നുണ്ട്. ഇതിനവർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇത് എന്ത് ചികിത്സയാണ് എടുക്കേണ്ടത്? വെരി നൈസ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇതുപോലത്തെ ഈ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ലിമിറ്റിന്റെ അപ്പുറമാണ് അവർ സ്ട്രെസ് കൊടുക്കുന്നത്. സോ എവറി ജോയിന്റ് ഹാസ് എൻ അപ്പർ ലിമിറ്റ് ടു ടേക്ക് സ്ട്രെസ്. സോ അവർക്കാണ് കൂടുതലും ഇതിനകത്ത് ഇഞ്ചുറീസ് വരുന്നത്. സോ ഷോൾഡറിനകത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ഓഫ് ഷോൾഡർ ജോയിന്റ് ഇസ് ഈ ബോൺസ്, ദ ഗ്ലിനോയിഡ് ആൻഡ് ദ ഹ്യൂമറൽ ഹെഡ്. ഇതാണ് ദ ബോണി കോമ്പണന്റ്. ഇത് അല്ലാതെ there are many soft tissue components like റബ്ബറിന്റെ ബുഷ് പോലെ ഒരു ലേബ്രം ഉണ്ട്. സോ മെനി ലിഗമെന്റ്സ് ആർ ദർ. അപ്പോൾ ലിഗമെന്റ്സ്ക്ക് ഇഞ്ചുറി ആണ് കൂടുതലായിട്ട് ഞങ്ങൾ കാണുന്നത്. ഓൾ ദീസ് ഈ സ്ട്രെസ്ഫുൾ ആക്ടിവിറ്റി ഉള്ള ആൾക്കാർക്ക് ഷോൾഡർ ജോയിന്റിന്റെ ലിഗമെന്റ്സിന്റെ ഇഞ്ചുറി ഒരുപാട് കൂടുതലാണ്. സോ ആസ് ഐ സെഡ് ബിഫോർ, in between my audio was disturbed, main treatment, the line of treatment of therapy for these patients is physiotherapy. Most of the patients respond very nicely to physiotherapy. The most important thing is our insulting factor, means
ആ ഇഞ്ചുറി ഉണ്ടാക്കുന്നത് സ്ട്രെസ്ഫുൾ ആക്ടിവിറ്റി ഒന്ന് അവോയ്ഡ് ചെയ്യണം. 1. Second thing, they should not be, if we see in so many youngsters going to the gym, they go for unsupervised gym activity. Most of the people, if yan in the OPD le kannunadu maximum youngsters are those who are very much excited to go and exercise and work out in gym, but then most often our unsupervised activity le aanu pogunadu. Appo what happens is they injure themselves. Another oru gross injury alla, പക്ഷേ sometimes ഒരു ചെറിയ ലിഗമെന്റിന്റെ ഡാമേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ദാറ്റ് ലിഗമെന്റ് ഇഞ്ചുറി ഇറ്റ് ഗിവ്സ് ദം സ്ഥിരമായിട്ടുള്ള വേദന ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ എപ്പോൾ കണ്ട അവർക്ക് തോളിനകത്ത് വേദനയുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്താൽ അവർക്ക് വേദന കൂടിയായി വരും, ചിലപ്പോൾ നീര് വരും, അങ്ങനെയുള്ള സംഭവമുണ്ട്. സോ ഐ ഓൾവേസ് അഡ്വൈസ് ടു മൈ പേഷ്യൻസ്, ഫസ്റ്റ് തിങ് യു ഷുഡ് അവോയ്ഡ് സ്ട്രെസ്ഫുൾ ആക്ടിവിറ്റി. സെക്കൻഡ് തിങ്, avoid the insulting factor. Insulting factor means if someone has gone to the gym, has got this injury, so they should try avoiding going to the gym for some time, get it properly diagnosed, see your orthopedician and get an MRI scan done, see what in ullile endana injury ulladu. Adana seshana pinne then come to the line of treatment and management. So in that, first we start with physiotherapy. 80 to 85% people, they respond very well to physiotherapy, but oru 15% people, they might not respond to physiotherapy after 3 weeks. Then we definitely look into the joint with an arthroscope, what we call the shoulder arthroscopy surgery or the keyhole surgery. Most commonly valare popular aita alkar kekkunnathu keyhole surgery. So there is the role for this keyhole surgery, where we look into the joint with an optical scope and we can correct the injury. The ligament can be repaired, and after the ligament repair surgery, patient has to undergo a rehabilitation of 3 to 6 months, and he can be back to very much a normal life. ഡോക്ടർ, ഒരു കോളർ ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് രാജു ആണ്. രാജു, ഡോക്ടറോട് സംസാരിച്ചോളൂ. രാജു സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. ഹലോ മിസ്റ്റർ രാജു, നമസ്കാരം. ഹൗ ആർ യു? നമസ്കാരം. നമസ്കാരം സർ. ഞാൻ പത്തനംതിട്ട ജില്ല അടൂർ കടമ്പാട് നിന്നാണ് വിളിക്കുന്നത്. രാജുവാണ്. ഓക്കെ, എന്റെ ഷോൾഡറിനെ കേൾക്കുന്നുണ്ടോ? യെസ് യെസ്, കേൾക്കാം, പറഞ്ഞോളൂ. ശക്തിയായ പെയിനുണ്ട്. കൈ പൊക്കിയും ബാക്കിയും ചെയ്യുന്ന സമയത്ത് ബോണിന്റെ ഭാഗത്ത് ആ ജോയിനിങ് ഉണ്ടല്ലോ, അതെ, ആ ഭാഗത്ത് ശക്തിയായ പെയിനുണ്ട്. അതിന് ഞാൻ ഓയിൻമെന്റ് ഇടുകയും തരുമ്പോഴേക്കൊക്കെ ചെയ്യുന്നുണ്ട്. യാതൊരു വ്യത്യാസവും ഇല്ല. പെയിൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ചുമ്മാതിരിക്കുന്ന സമയത്തും ആ പെയിൻ ഉണ്ടാവും. ആ പെയിൻ ഇപ്പം കൂടെ നെഞ്ചിന്റെ ചെസ്റ്റിന്റെ ഭാഗത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നല്ല രീതിയിൽ ചെറിയ പെയിൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. യെസ്, ഇതാണ് മെയിനായിട്ടുള്ള എന്റെ അസുഖം എന്ന് പറയുന്നത്. അത് ഒരു ഷോൾഡറിലായി കഴിഞ്ഞാൽ മറ്റേ ഷോൾഡർ ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാൻ അവിടെ ചിരങ്കാവില് നമ്മുടെ എഴുകോണിന്റെ ഒരു ഡോക്ടറെ പോയി, ഓർത്തോ ഡോക്ടർ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത്. കേട്ടില്ല, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഷോൾഡറിനെ അവിടുത്തെ ജോയിനിങ്ങിന് തേയ്മാനമുണ്ട്, അതുകൊണ്ടാണ് ഈ പെയിൻ ഉണ്ടാകുന്നത്. അത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടുണ്ടാകും. അതിന് ഫിസിയോതെറാപ്പിയാണ് നല്ലത് എന്ന് എന്നോട് സൂചിപ്പിച്ച് 2 ദിവസം അവിടെ തന്നെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എന്നോട് പിന്നീട് വീട്ടിൽ വന്ന് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ അതുപോലെ രാവിലെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് താങ്കളെ വിളിച്ചത്. ഓക്കെ, ശരി. താങ്ക് യു മിസ്റ്റർ രാജു, താങ്ക്സ് ഫോർ കോളിംഗ് മീ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വേദന തന്നെയാണോ വന്നത്, അതോ എവിടെയെങ്കിലും ഒരു വീഴ്ച ഇല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായ ശേഷമാണോ ഈ വേദന വന്നത്? ഹലോ, കോൾ കട്ടായിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ സി നൗ അവർ കോളർ മിസ്റ്റർ രാജു, ഹി സഫറിംഗ് ഫ്രം ഷോൾഡർ പെയിൻ. അപ്പൊ വാട്ട് ഐ ഡോണ്ട് നോ ഈസ് എങ്ങനെയാണ് ഈ വേദന തുടങ്ങിയത്. പക്ഷേ വാട്ട് ഐ അസ്യൂം ഈസ് തന്നത്തെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് മീൻസ് ഒരു പ്രായമുള്ള ആൾക്കാർക്ക് ഷോൾഡർ പെയിൻ ഈസ് വെരി കോമൺ തിങ്. ആൻഡ് മിസ്റ്റർ രാജു സംസാരിച്ചുകൊണ്ടിരുന്നത് മോസ്റ്റ് കോമൺലി ബിക്കോസ് ഓഫ് ദ ആർത്രൈറ്റിസ് ഇൻ ദ acromioclavicular joint. So this is one of the most common problem giving pain to the shoulder in people
who have a profession related to very stressful activity like any kind of manual laborer or ഇപ്പോഴും നമുക്ക് ഒരു വെയിറ്റ് എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ഓക്യുപ്പേഷൻ റിലേറ്റഡ് ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതലാണ് നമ്മൾ കാണുന്നത്. സോ what I would suggest for Mr. Raju is that if he is not having pain relief with physiotherapy, he should go for his MRI scan, see to it ullile endana correct aayittulla, because or provisional diagnosis is made with the help of an X-ray, but there are many things beyond the reach of an X-ray that is there in the shoulder joint. appo namukku oru MRI scan edutittu endana ullile ulla damage mansilaki, then we can definitely address it through a keyhole surgery. ഡോക്ടർ, പാലക്കാട് നിന്ന് ഓമന എന്നൊരു പ്രേക്ഷക കൂടിയുണ്ട്. ഓമന, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്സസ് ഓമന. ഒരു ഭാഗത്ത് ഷോൾഡർ ഭയങ്കര വേദനയാണ് ഡോക്ടർ. ആ ഒരു ഭാഗത്ത് ഷോൾഡർ വേദന വരുന്ന സമയത്ത് കൈമുട്ടിലും വേദനിക്കാറുണ്ട്. ഇത് എത്ര നാളായിട്ടുണ്ട് ഈ വേദന നിങ്ങൾക്ക്? ഇത് കുറെ മാസങ്ങളായിട്ടുണ്ട് ഡോക്ടർ. കുറെ മാസങ്ങളായിട്ടുണ്ട്. വേറെ ഒരു ചോദിക്കാനുള്ള ചോദ്യം, ഈ കൈയിന്റെ ചെറിയ അസ്ഥികൾക്ക് വേദന വരാറുണ്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോ? ഓക്കെ. അവിടെ അടുത്തുള്ള ഓർത്തോപെഡീഷ്യൻ ഡോക്ടർമാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല ഡോക്ടർ. ഇവിടെ സന്ധിവാതമിന്റെ പ്രശ്നമുണ്ട് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. സി മാഡം, നിങ്ങളുടെ ഈ ഒരു കംപ്ലൈന്റ് വെച്ച് ഞാൻ നിങ്ങളെ നേരെ കാണുന്നില്ല, പക്ഷെ നിങ്ങളുടെ ഒരു കംപ്ലൈന്റ് വെച്ച് ഞാൻ മനസ്സിലാക്കിയതെടുത്തോളം നിങ്ങൾക്ക് ഒരു ഷോൾഡർ പെയിൻ ഉണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് അവിടെ മാത്രമല്ല, മാറി മാറി പല ജോയിന്റ്സിലും ഇങ്ങനെ വരാറുണ്ട്, റൈറ്റ്? ഹലോ ഹലോ അപ്പൊ നിങ്ങൾക്ക് പല ജോയിന്റ്സിലെ വേദന വരാറുണ്ട്, റൈറ്റ്? സോ അതിനെ നമുക്ക് ഒന്ന് അടുത്തുള്ള ഓർത്തോപെഡീഷ്യനെ കണ്ടിട്ട് നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റും എക്സ്റേസ് എടുത്തിട്ട് എന്നിട്ട് അത് നോക്കണം എന്താണ് സംഭവം. എന്റെ ബലമായ സംശയം നിങ്ങൾക്ക് ഒരു സന്ധിവാദമുള്ള ഒരു ചെറിയ രീതിയിലെ പ്രശ്നമുണ്ട്. സോ മെഡിസിൻ കഴിച്ചാൽ അത് നന്നായി വരും. ഓക്കെ ഡോക്ടർ. ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ കൂടുതലായും തോൾവേദന കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ മണിക്കൂർ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ജോലി ചെയ്യുന്നവരാണ് അധികവും. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഇതിന് ജോലി തുടരുമ്പോൾ തന്നെ ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഇത് എടുക്കേണ്ടത്? സിറ്റിംഗ് ജോബ് ലൈക്ക് ഡെസ്ക് ആൻഡ് ചെയർ ജോബ് ഉള്ള ആൾക്കാർക്ക് മോസ്റ്റ് പ്രോബ്ലി ദേ ഹാവ് ഷോൾഡർ പെയിൻ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ what they correlate as a shoulder pain, it starts from their neck and goes all the way down to the shoulder. Most commonly this is a muscular pain which they are having, need not be always pathological. Means oru shoulder joint nathu prashna undayittu ee vedana alla varunathu. Most commonly seen idupolte oru professional aalkarku most commonly we see it is muscular pain aanu, which get relief oru medicine kaichittu ichiri physiotherapy cheyda avarku ee vedana completely maari kittum. ഓക്കെ. ഇപ്പോൾ ഈ തോളുവേദനയുള്ള ഒരാൾക്ക് വ്യായാമം ചെയ്യുമ്പോൾ അത് പലരും യൂട്യൂബിലൊക്കെ നോക്കി വ്യായാമം ചെയ്യാറുണ്ട്, കൃത്യമായി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ സേഫ് ആണോ? അത് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക? യെസ്, this is a very good question and I was coming to this. ഇപ്പോൾ ഞാൻ നേരത്തെ ഇതിനകത്ത് പറഞ്ഞത് most of the people now are googling things and seeing. അപ്പോൾ most of the things ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ കാണുന്നത് it is not the way that it is being presented, right? Appo unsupervised activity, this is what we call it in appo kore youngsters unde, they are very excited to go to the gym. Oru proper physical training illengil properly aa exercise engane cheyanam. Ipo oru dumbbell illengil oru bench press thanne cheyanundengil namukku aarku venengil സ്വന്തമായിട്ടുള്ള രീതിയിൽ ആ exercise ചെയ്യാം. പക്ഷേ if you see and get engaged with a physical trainer, he will tell you that exactly ഇത് എന്താണ് രീതി ഇത് ചെയ്യാനുള്ളത്. So that helps a lot. Unsupervised activity leads to lot of intrinsic damage. Intrinsic damage എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രോസ് പുറമേ നമുക്ക് ഡാമേജ് ഒന്നും വരത്തില്ല, പക്ഷേ ഷോൾഡറിന്റെ ഉള്ളിലെ കുറെ ചെറിയ ചെറിയ ലിഗമെന്റ്സ് ഉണ്ട്. ആ ലിഗമെന്റ്സിനകത്ത് ഈ ഡാമേജ് വരും. ആൻഡ് ആ ലിഗമെന്റിന്റെ ഡാമേജ് ഇറ്റ് വിൽ ബിക്കം എ സോഴ്സ് ഓഫ് പെർസിസ്റ്റന്റ് പെയിൻ ടു ദ പേഷ്യന്റ്. ഡോക്ടർ, പാലക്കാട് നിന്നും ഹാജിറ എന്നൊരു കോളർ കൂടിയുണ്ട്. ഹാജിറ, ഡോക്ടറോട് സംസാരിച്ചോളൂ. Hello, good afternoon Mrs. Hajira. Good afternoon.
ഡോക്ടർ എനിക്ക് ഭയങ്കര പെരടി തോള് ഭയങ്കര വേദനയാണ്. തോള് പിന്നെ അതുപോലെ തന്നെ കൈയിന്റെ മുട്ടിന് താഴോട്ടും അതുപോലെ തന്നെ എപ്പോഴും ഭയങ്കര കടച്ചിൽ പോലെയാണ്. അതെ. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ വേദന എപ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്? രാവിലെ ആണോ വൈകുന്നേരം ആണോ? വൈകുന്നേരം നമ്മള് ജോലികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. വൈകുന്നേരം സമയത്താണ് കൂടുതൽ പെരടി ഭയങ്കര വേദന ആവുന്നത്. അപ്പൊ തന്നെ തലവേദന ഉണ്ടാവും. പിന്നെ നമ്മള് പുസ്തകം വായിക്കാനൊന്നും, നമുക്ക് എന്തെങ്കിലും ബുക്കുകൾ വായിക്കാനൊന്നും പറ്റില്ല. ഭയങ്കര പെരടി ഭയങ്കര കടച്ചിലായിരിക്കും. ഓക്കെ. സി, ഇപ്പൊ നിങ്ങളുടെ ഈ കംപ്ലൈന്റ്സ് കേൾക്കുമ്പോ ഇത് ബേസിക്കലി മൊത്തത്തിൽ പ്യൂർലി ഷോൾഡർ പെയിൻ അല്ല. ഈ വേദന നിങ്ങൾക്ക് കഴുത്തിന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്, റൈറ്റ്? അല്ലേ? അതെ അതെ. അപ്പൊ ഇത് ഷോൾഡർ പെയിൻ അല്ല പറയുന്നത്. കഴുത്ത് വേദന നമുക്ക് ഈ ഡിസ്കിന്റെ പ്രോബ്ലം കൊണ്ടാവാം, ഇല്ലെങ്കിൽ ജസ്റ്റ് മസിൽസിന്റെ ഫട്ടീക്ക് കൊണ്ടാവാം. മനസ്സിലായോ? അപ്പൊ ഈ വേദന കഴുത്തിനെ ഇറങ്ങിയിട്ട് ഒന്ന് റൈറ്റ് സൈഡിലോട്ട് ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിന്റെ ഷോൾഡറിലോട്ട് ഇറങ്ങി വരും. സോ ഇത് നമുക്ക് പ്യൂർലി ഒരു ഷോൾഡർ പെയിൻ അല്ല. നിങ്ങൾ അടുത്തുള്ള ഒരു ഓർത്തോപെഡീഷ്യനെ കണ്ടിട്ട് എക്സ്റേ എടുത്തിട്ട് എന്നിട്ട് ഇതിനുള്ള ഫർദർ ട്രീറ്റ്മെന്റ് എടുക്കണം. തൃശ്ശൂരിൽ നിന്ന് കൃഷ്ണകുമാർ എന്നുള്ള ഒരു കോളർ കൂടിയുണ്ട്. കൃഷ്ണകുമാർ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ സാറേ. ഹലോ. മിസ്റ്റർ കൃഷ്ണകുമാർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ സാറേ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൃഷ്ണകുമാർ. യെസ്, പറഞ്ഞോളൂ. തൃശ്ശൂരിൽ നിന്ന് ഞാൻ 15 വർഷമായി ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. 15 വർഷമായി ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. അതിനിടയ്ക്ക് 5 വർഷം മുന്നേ വലത് കൈ കുത്തി വീണു. കൈ കുത്തി വീണതിന് ശേഷം ഞാൻ എന്റെ ത്രംസ് MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു ഡോക്ടർ. അപ്പൊ ത്രംസ് ഷോൾഡറിന്ന് വിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കീ ഹോള് ചെയ്താൽ സക്സസ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഷുഗർ ഉള്ള കാരണം ഞാൻ അത് അമാന്തിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ പെയിൻ ഉണ്ട്, 2 ഷോൾഡറിനും പെയിൻ ഉണ്ട്. അപ്പൊ എനിക്ക് വേദനയുണ്ട്. അപ്പൊ ഞാനിപ്പോ പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് ഞാൻ ഡോക്ടർ മനോജ് ഹൈടെക്കിൽ കാണിച്ച് ഡോക്ടർ മനോജ് സാറിനെ കണ്ട് ഹൈടെക് ഡോക്ടറെ കാണിച്ചിട്ടാണ് ഇപ്പൊ എനിക്ക് വേദനയ്ക്ക് അല്പം കുറവുള്ളത്. ഓക്കെ, ശരി. ഇത് നിങ്ങൾ ചോദിച്ചത് വളരെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എനിക്ക് ഷുഗർ ഉണ്ട്, ഹാർട്ടിന്റെ അസുഖമുണ്ട്, എനിക്ക് ഈ സർജറി ചെയ്യാവോ? റൈറ്റ്. മെയിൻ പേഷ്യൻസിന്റെ ഒരു കൺസേൺ ആണ്, എനിക്ക് എത്ര പ്രോബ്ലം ഉണ്ടായിട്ട് എനിക്ക് ഈ സർജറി ചെയ്യാവോ? സോ ഇതിന് ഉത്തരമാണ്, നിങ്ങൾ പെർഫെക്റ്റ്ലി നോർമൽ ആയിരിക്കും. ബിക്കോസ് അനസ്തെറ്റിസ്റ്റും നിങ്ങളുടെ കാർഡിയോളജിസ്റ്റ് നിങ്ങൾക്ക് മൊത്തം നന്നായിട്ട് നോക്കിയിട്ട് മാത്രമേ സർജറി ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു അനുവാദം കൊടുക്കത്തുള്ളൂ, റൈറ്റ്? സെക്കൻഡ് തിങ്, ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ഇതിനകത്ത് കുറവില്ലെങ്കിൽ നമുക്ക് കീ ഹോൾ സർജറി വളരെ സക്സസ്ഫുൾ ആണ്. ഐ വിൽ അഡ്വൈസ് ഡെഫിനറ്റ്ലി ഗോ വിത്ത് യുവർ ഡോക്ടർ. നിങ്ങൾ കൺസൾട്ട് ചെയ്യും എന്നിട്ട് ആൻഡ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഓപ്പറേറ്റഡ്. ബിക്കോസ് ആഫ്റ്റർ സർജറി നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വരും. തൃശ്ശൂരിൽ നിന്ന് ജോസഫ് എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ജോസഫ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ മിസ്റ്റർ ജോസഫ്, ഗുഡ് ആഫ്റ്റർനൂൺ. സാറേ, ഞാൻ ഒരു ഡ്രൈവറാണ്, ടാക്സി ഡ്രൈവർ. പറഞ്ഞോളൂ. ഞാൻ ഒരു 40 വർഷമായിട്ട് ഇപ്പോഴും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ എന്റെ വലത്തെ ഷോൾഡറിന്റെ ഭാഗത്ത് കയ്യിപ്പോക്കും തിരിക്കുമ്പോക്കെ ഭയങ്കര വേദനയാണ്. ഞാൻ അതിനൊന്നുകൊണ്ട് ഡോക്ടേഴ്സിനെ കണ്ടു. അവര് കുറച്ച് ഗുളിക തന്നു. ആ ഗുളിക കഴിക്കുമ്പോ മാത്രം കുറവുണ്ട്. പിന്നെ അത് നിർത്തി വീണ്ടും വേദന വരും. ഇത് എത്ര നാളായിട്ടുള്ള വേദനയാണ്? ഇത് മാക്സിമം ഒരു 6 മാസം ആവണുള്ളൂ. 6 മാസം. നിങ്ങൾ ഡയബറ്റിക് ആണോ? ഇല്ലല്ല, എനിക്ക് വേറെ ഒരു അസുഖങ്ങളും ഇല്ല. ഓരോ അസുഖം ഇല്ല. അപ്പൊ ഈ വേദന തന്നെയാണോ തുടങ്ങിയത്, അതോ എവിടെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായ ശേഷമാണോ ഈ വേദന വന്നത്? അല്ല, ഞാൻ ഡ്രൈവറായിട്ട് സ്ഥിരം ഡ്രൈവിംഗ് ആണ് 40 വർഷമായിട്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ ആക്സിഡന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല, റൈറ്റ്? ഇല്ല, ഒന്നും. ഓക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഒരു എക്സ്റേ എടുക്കണം. എക്സ്റേനകത്ത് നമ്മൾ ചിലപ്പോ എല്ലാ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് ഉള്ളിൽ എന്താണ് നടക്കുന്നത് അറിയാനായിട്ട് ഒരു MRI സ്കാൻ എടുക്കേണ്ടി വരും.
സ്കാൻ എടുത്തിട്ട് നമുക്ക് അകത്ത് മസിൽസിന്റെ ഈ ഒരുപാട് കോമൺ ആയിട്ട് വരുന്ന ഈ ഷോൾഡർ പെയിനിന്റെ കാരണം റൊട്ടേറ്റർ കഫ് മസിൽസിന്റെ ടയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് കീ ഹോൾ സർജറി ചെയ്തിട്ട് ഇത് 100% ശരിയാക്കാൻ പറ്റും. കണ്ണൂരിൽ നിന്ന് ശ്രീജിത്ത് എന്നൊരു കോളർ കൂടിയുണ്ട് ഡോക്ടർ. ശ്രീജിത്ത് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ മിസ്റ്റർ ശ്രീജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കണ്ണൂരിൽ നിന്ന് ശ്രീജിത്താണ്. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, പറഞ്ഞോളൂ. എനിക്ക് വേദന രാവിലെ ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാല് രാവിലെ പുറം വേദനിക്കും നല്ല വണ്ണം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ അടുത്ത കാലിന് അല്ലെ വലത് കാലിനെ നടുവിന്റെ താഴോട്ടാകെ വേദന വരുന്നു. ഇപ്പൊ അതെന്തുകൊണ്ടാ? ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നമുക്ക് വേദന ഉണ്ടാവുകയാണെങ്കിൽ അത് പല റീസൺസ് കൊണ്ടുണ്ടാവാം. ഒന്ന്, നമുക്ക് ചെറിയ ഇൻഫ്ലമേറ്ററി പ്രോബ്ലംസിന്റെ കാരണം ഈ പ്രശ്നങ്ങൾ വരാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഡിസ്കിന്റെ പ്രശ്നം കൊണ്ട് ഈ വേദന വരാം. സോ അടുത്തുള്ള ഒരു ഓർത്തോ ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾ ഒന്നും ഇതിനുള്ള സപ്പോർട്ട് എടുക്കണം. ബിക്കോസ് ഈ വേദന വരാനുള്ള പല രീതിയിലെ പല കാരണങ്ങൾ ഉണ്ടാകും. ഹലോ, ഞാൻ MRI സ്കാൻ എടുത്തിരുന്നു, എക്സ്റേ എടുത്തിരുന്നു. യെസ്, അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ MRI സ്കാനിൽ എന്താണ് വന്നത്? ഒന്നുമില്ല, നീരക്കമാണ്, ചെറിയ നീരക്കം ഉണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഗുളിക കഴിച്ച് മാറുന്നില്ല. ഞാനിപ്പോ ആരും തടവി ഒക്കെ ചെയ്തു. എന്നിട്ടും ഇപ്പോ രാവിലെ ഉറക്കം കഴിഞ്ഞാൽ ഈ പുറമേന അങ്ങനെ തന്നെ ഈ വലുത് കാലിന് ഇപ്പൊ ഫുൾ സ്ട്രോങ് ആയിട്ട് വേനൊക്കെ നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി ഒന്നും സജസ്റ്റ് ചെയ്തില്ലായിരുന്നോ? ഇല്ല. അന്ന് അപ്പോ കുറച്ച് ഗുളിക തന്നു. കുറച്ച് സമയം മാറും, പിന്നെ തിരിച്ചു വരികയാണത് വേദന. ഇപ്പൊ ഞാൻ എന്റെ പേഷ്യൻസിനോട് അങ്ങനെ വലിയ പ്രശ്നം ഇല്ലാത്ത പേഷ്യൻസ് അവർ കംപ്ലീറ്റ്ലി നോർമൽ ആയി വരും. അവർക്ക് ഫസ്റ്റ് അനാൽജസിക് മീൻസ് ഈ വേദന സംഹാരി ഗുളിക കൊടുത്തിട്ട് നമുക്ക് വേദന മാറിയ ശേഷം ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. ഫിസിയോതെറാപ്പി നിങ്ങളുടെ കേസിലെ നിങ്ങളുടെ 85% ട്രീറ്റ്മെന്റ് ആണ്. നന്നായിട്ട് ഫിസിയോതെറാപ്പി ചെയ്താൽ നിങ്ങളുടെ വേദന കംപ്ലീറ്റ്ലി മാറി കിട്ടും. അതാണ് എന്റെ വിശ്വാസം. തോൾവേദനയെക്കുറിച്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ഡോക്ടർ രാഹുൽ രഞ്ജനാണ് വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചത്. നന്ദി ഡോക്ടർ. ഡോക്ടർക്ക് അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.